നമസ്തേ. എസ് കെ ദിലീപ് കുമാർ, ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. വളരെ സങ്കടകരമായ, വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഹരിയുടെ പിടിയിലായിരിക്കുകയാണ് സമൂഹത്തിലെ എല്ലാ തരങ്ങളിലും. ഒപ്പം ആശങ്കാജനകമെന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കൊച്ചു കുട്ടികൾ, കുരുന്നുകൾ ഉൾപ്പെടെയുള്ളവർ ഈ ലഹരിയുടെ മാഫിയയിൽപ്പെട്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ സർവ്വസാധാരണമായി നമ്മൾ നടത്തുന്ന ഏതൊരു ആഘോഷങ്ങൾക്കും അത് പരിസമാപ്തി കുറിക്കുന്നത് ലഹരി എന്ന് പറയുന്ന ആ അക്ഷരങ്ങളിലാണ്. അതിൻ്റെ ദുരന്തവശങ്ങൾ, അതിൻ്റെ ദുരന്തം സാധാരണ കുടുംബങ്ങളിൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഓർമ്മ വരികയാണ്. നമ്മുടെ സ്കൂളുകളിൽ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് പരിചയമുള്ള ചില സ്കൂളുകളിൽ, കൊല്ലം നമ്മുടെ ഈ ജില്ലയിലുള്ള തന്നെ ചില സ്കൂളുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഷെയർ ചെയ്ത് കിട്ടിയ ചില ഇൻസിഡൻറ്റുകളാണ്. ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് കൊച്ചു കുട്ടികൾ അവർ തിമിർത്താടുകയാണ്. 2, 3, 4 മണിക്കൂറുകൾ അവർ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുന്നതിൻ്റെ ഒടുവിൽ ഏറ്റവും അവസാനം കൂട്ടത്തിൽ 1, 2 എണ്ണം പൊഴിഞ്ഞു വീഴുന്ന സമയത്ത്, കുരുങ്ങി വീഴുന്ന സമയത്ത് അധ്യാപകർ ഓടി അവിടെ ചെല്ലുമ്പോൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത കണക്ക് ഒരു ഗന്ധവുമില്ല, ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ അവർ ലഹരിക്ക് പൂർണ്ണമായും അടിമകളായിരിക്കുന്നു. അവർ ലഹരിയുടെ ആസക്തിയിൽ വീണിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ അധ്യാപകൻ അവരെ തൻ്റെ ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ദുരന്തപൂർണ്ണമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗുകൾ പോലും നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകളെ ഇന്ന് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ സാധാരണ നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലൊക്കെ പുകയില ഉൽപ്പന്നങ്ങളായിരുന്നു ലഭ്യമായിരുന്നത്. നമ്മൾ വളരെ ആശങ്കയോടുകൂടി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാർ, ചെറിയ ക്ലാസ്സുകളിലുള്ള കൊച്ചു കുട്ടികൾ വന്ന് അധ്യാപകരോട് അറിയിപ്പിക്കുന്ന സമയത്ത് വളരെ ആശങ്കയോടുകൂടി പോയി അന്വേഷിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ആയിരുന്നു. അന്ന് മാതൃകാപരമായ ചില ശിക്ഷണ നടപടികളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒക്കെ നൽകി കുട്ടികളെ നമ്മൾ പറഞ്ഞു വിടുകയായിരുന്നു പതിവ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സാമൂഹിക പ്രശ്നങ്ങളാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിൽ വലിയ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര രക്ഷിതാക്കളുടെ കണ്ണീരുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വാർത്തകൾ കേൾക്കുവാൻ അറപ്പുള്ള വാർത്തകളല്ലേ നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ കൂടുതൽ നടക്കുന്ന സമയത്ത് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും അക്രമം വഴിവെച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ്. ആദ്യകാലങ്ങളിൽ തങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്നും ഇത്തരം ഡ്രഗ്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികൾ ശ്രമിക്കുകയാണ്. അവരെ അച്ഛനമ്മമാരുടെ പോക്കറ്റുകളിൽ നിന്നും പണം രക്ഷിതാക്കൾ അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ ഡ്രഗ്സുകൾ കൈകാര്യം ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ ശേഷം ആ കുട്ടിക്ക് ഡ്രഗ്സ് കിട്ടാതെ വരുന്ന സമയത്ത് അവൻ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും മോഷണത്തിലേക്ക് കിടക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചുപറിയിലേക്ക് കിടക്കുകയാണ്. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം സമ്പാദിച്ച് ഇത്തരം ഡ്രഗ്സ് വാങ്ങുന്ന എത്രയോ കൂട്ടുകാരുടെ കഥകൾ ഞങ്ങൾ അധ്യാപകർ ഒരുമിച്ച് ചേരുന്ന സമയത്ത് പല സ്കൂളുകളിലെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് കിട്ടാറുണ്ട്. ഇത് ഒരു തരം. ഇതിനപ്പുറം മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടുമ്പോൾ വളരെ ഗൗരവം തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഏറ്റവും ചെറിയ കുട്ടികൾ, ഏതാണ്ട് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അറിയാതെ ഇതിനകത്ത് പെട്ടുപോകുന്ന ചില ദുരന്ത കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടുകാർ രുചിക്കാൻ നൽകുന്ന ചോക്ലേറ്റുകളിലൂടെ, നമ്മൾ ഈ അടുത്തിടയ്ക്ക് തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേട്ട കാര്യമാണ്. ചോക്ലേറ്റുകളിലൂടെയും അതുപോലെ തന്നെ ചെറിയ പാനീയങ്ങളിലൂടെയൊക്കെ അവർ പോലും അറിയാതെ ഇത് ഉപയോഗിക്കുകയാണ്. ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക് ഇത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിനെ ആസകലം അത് നശിപ്പിക്കുകയാണ്. അവരുടെ തലച്ചോറിൻ്റെ ചിന്തകളെ മുഴുവൻ മാറ്റുകയാണ്. തൊട്ടടുത്ത ദിവസം അതിൻ്റെ വീര്യമനുസരിച്ചിട്ടാണ്. തൊട്ടടുത്ത ദിവസം അത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് മാരകമായ രീതിയിൽ, വളരെ ഭ്രാന്തമായ രീതിയിൽ കുട്ടികൾ സഞ്ചരിക്കുകയാണ്. അത് തേടി കണ്ടെത്തി അത് പിടിച്ചെടുക്കുന്നത് വരെ അവന് യാതൊരു വിശ്രമവുമില്ല. അവിടെ അക്രമത്തിൻ്റെ പാതയിലേക്ക് പോകാം, ഒരുപക്ഷെ പിടിച്ചുപറിയുടെ പാതയിലേക്ക് പോകാം. വളരെ വിനാശകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്കാണ് ഈ ഡ്രഗ്സ് നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം കുട്ടികൾ ഇത് അറിഞ്ഞിട്ടാണ്, ഒരു വിഭാഗം കുട്ടികൾ ഇത് അറിയാതെയാണ്. ഇവിടെ സമൂഹം മുഴുവൻ ഇതിന് ബാധകമാണ്, സമൂഹം മുഴുവൻ ഇതിന് കുറ്റക്കാരാണ്. കാരണം ഈ കൊച്ചു കുട്ടികളെ, കുരുന്നുകളെ, ഒന്നും അറിയാൻ വയ്യാത്ത ഈ കുരുന്നുകളെ അവരെ കാരിയേഴ്സാക്കി കൊണ്ടുപോവുകയാണ്. എത്രയോ വലിയ കഥകൾ നമുക്കറിയാൻ സാധിക്കും. എത്രയോ ചരിത്രം, നമ്മുടെ പത്രങ്ങളിലൂടെ എത്ര കഥകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തരം വാർത്തകൾ വളരെ അറപ്പോടുകൂടിയും വെറുപ്പോടുകൂടിയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകളല്ലേ ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും നമ്മൾ കാണുന്നത്. ഇതിനൊരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട്, നമുക്കൊരു സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് ഒരു അറുതി വരുത്തുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്.
അതിന് സർക്കാർ സേവനങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും കാര്യമാത്രമായ രീതിയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ വിപത്തിനെ എന്നേക്കുമായിട്ട് നമ്മുടെ കൊച്ചു കുരുന്നുകളെ ഈ കറന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും ചേർന്ന് സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞു വരുന്ന സമയത്ത് ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ശിക്ഷാ നടപടികൾ പരിപൂർണമായ രീതിയിൽ വിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വടിയെടുത്ത് കുട്ടികളെ ശകാരിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമില്ല എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എങ്കിൽ പോലും പണ്ട് നമ്മളൊക്കെ പഠിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ശിക്ഷണ നടപടികളിലൂടെ തന്നെയായിരുന്നു കടന്നു വന്നത്. നമുക്ക് ആർക്കും യാതൊരുമായ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ആ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ് വളർന്നു വന്നത്. ആ വളർന്നു വന്ന കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് മേഖലകളിലൊക്കെ വ്യാപരിക്കുന്ന എത്രയോ വലിയ ആൾക്കാരെ എത്രയോ വലിയ വ്യക്തിത്വങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. അവിടെയും ഒരുപക്ഷെ അധ്യാപകൻ്റെ ശിക്ഷാ നടപടികൾ, ഒരുപക്ഷെ ശിക്ഷണ നടപടികൾ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്ന എത്രയോ പേര് ഇന്ന് അനുഭവം പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കുവാൻ ചില സാഹചര്യങ്ങൾ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും ചിലപ്പോൾ ചില ചുരുളുകളൊക്കെ കാട്ടി ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ചില നേർവഴിക്ക് നയിക്കേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒരുപക്ഷെ അതിൻ്റെ തിരിച്ചറിവായിരിക്കാം ഇന്നത്തെ നമ്മുടെ കോടതികളിലൂടെയും ഒക്കെ ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചില വിധിന്യായങ്ങളൊക്കെ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. അധ്യാപകരുടെ കൈകളിലേക്ക് ശകാരത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ചില ചുരുളുകൾ വന്നു പോയാൽ അതിനെ കുറ്റം പറയേണ്ടതില്ല എന്ന് ചില കോടതി വിധികൾ പരാമർശിക്കുന്ന ഈ അടുത്തിടെ നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ നന്നാക്കി എടുക്കുവാൻ നമ്മൾ മാറ്റിവെച്ചു പോയ ചില ആയുധങ്ങളാണ്, അല്ലെങ്കിൽ ചില നടപടികളാണ്. അതുമൊക്കെ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. ഏത് തരത്തിലായാലും ശരി തന്നെ ഈ വലിയൊരു വിപത്തിനെ തുടച്ചു നീക്കുന്നതിന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.